വിമാന അപകടത്തിൽ മരിച്ചവരുടെ DNA പരിശോധനാ നടപടികൾ അഹമ്മദാബാദിൽ അതിവേഗം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രാവിലെ അഹമ്മദാബാദിലെ എത്തി DNA സാമ്പിൾ നൽകി. അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് DNA സാമ്പിൾ നൽകാനായി വിപുലമായ സൗകര്യമാണ് അഹമ്മദാബാദിലെ BJ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. 100-ലേറെ പേരുടെ സാമ്പിൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. രാവിലെ 6 മണിയോടെയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് എത്തിയത്. വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ ജീവനക്കാർ സഹായത്തിനായി എത്തിയിരുന്നു. അഹമ്മദാബാദിലെ മലയാളി സമാജവും സഹായത്തിനുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് നേരെ BJ മെഡിക്കൽ കോളേജിലെത്തി സാമ്പിൾ കൈമാറി. അപകടത്തിൽ 4 MBBS വിദ്യാർത്ഥികൾ മാത്രമാണ് മരിച്ചതെന്ന് വിദ്യാർത്ഥികളുടെ അസോസിയേഷൻ ഇന്ന് പറഞ്ഞു. 4 मेडिकल स्टूडेंट की दुखद मृत्यु हुई है और उसके अलावा जो रिलेटिव थे सुपर स्पेशलिस्ट के रेसिडेंट डॉक्टर थे उनके रिलेटिव के साथ टोटल डेथ के 9 है और 20 स्टूडेंट को इधर एडमिट किया गया था जिसमें से 11 को डिस्चार्ज कर दिया गया. ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങളായ 4 പേരും മരിച്ചവരിലുണ്ട്. ഒരു ഡോക്ടറുടെ ഭാര്യ പരിക്കുകളോടെ ചികിത്സയിലാണ്. DNA പരിശോധന ഫലം ലഭിക്കാൻ 72 മണിക്കൂറെങ്കിലും എടുക്കുമെന്നതാണ് കണക്ക്. പക്ഷേ വേഗത്തിൽ തന്നെ ഫലം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ. BJ മെഡിക്കൽ കോളേജിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.